നമസ്കാരം, സ്വാഗതം. ചരിത്രത്തിൽ ചില കത്തുകളുണ്ട് വെറുമൊരു മറുപടി എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ തന്നെ ശബ്ദമായി മാറിയവ. അതെ. അങ്ങനെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ബർമിംഗ്ഹാം ജയിലിലിരുന്ന് എഴുതിയ ആ പ്രശസ്തമായ കത്ത്. അദ്ദേഹത്തിന്റെ സമരങ്ങളെപ്പറ്റി അവിവേകമെന്നും കാലത്തിന് ചേരാത്തതെന്നുമൊക്കെ ചില വെള്ളക്കാരായ പുരോഹിതന്മാർ വിമർശിച്ചു. ശരിയാണ്. അതിനൊരു മറുപടിയായിരുന്നു ആ കത്ത്. അതെ. സാധാരണയായി കിങ് ഇത്തരം വിമർശനങ്ങളെ അധികം ഗൗനിക്കാറില്ല. പക്ഷെ ഇവിടെ ഈ വിമർശകർ നല്ല മനസ്സുള്ളവരാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്റെ നിലപാടുകളൊന്ന് വിശദീകരിക്കാമെന്ന് അദ്ദേഹം കരുതി. അപ്പൊ നിങ്ങൾ തന്ന ആ പഠനസഹായം വെച്ച് നമുക്ക് ഈ കത്തിലെ ഓരോ വാദത്തിന്റെയും ഉള്ളറകളിലേക്കൊന്ന് പോകാം. തീർച്ചയായും. എന്തുകൊണ്ട് ഈ കത്ത്, എന്തായിരുന്നു ആ സമരരീതി, പിന്നെ ഈ ന്യായവും അന്യായവുമായ നിയമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, നമുക്ക് തുടങ്ങാം. അപ്പോ കിങ് അറ്റ്ലാന്റക്കാരനാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അലബാമയിലെ ബർമിംഗ്ഹാമില്. അപ്പൊ സ്വാഭാവികമായും വന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഒരു പുറത്തുനിന്നുള്ളയാളാണെന്നത്. അതെ, അതായിരുന്നു ആദ്യത്തെ പോയിന്റ്. അതൊരു എളുപ്പമുള്ള ആരോപണമാണ്, പക്ഷെ ശക്തവുമാണ്, അല്ലേ? അതിനെ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്? ആ ആരോപണത്തിന് കിങ് രണ്ട് തലത്തിലുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആദ്യത്തേത് വളരെ ലളിതമാണ്. എന്തായിരുന്നത്? എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതാണ്. അദ്ദേഹത്തിന്റെ പൗരാവകാശ സംഘടനയുടെ ഒരു ഘടകം ബർമിംഗ്ഹാമിലുണ്ട്. ഓ, ശരി. അപ്പോ അവരുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതുകൊണ്ട് സാങ്കേതികമായി നോക്കിയാൽ അദ്ദേഹം ഒരു പുറത്തുനിന്നുള്ളയാളല്ല. അത് ശരി, അതൊരു ടെക്നിക്കൽ മറുപടി. പക്ഷെ അതിനപ്പുറം കൂടുതൽ ആഴമുള്ളൊരു മറുപടി കൂടി അദ്ദേഹം നൽകുന്നുണ്ടല്ലോ. അതെ, അതാണ് ആ കത്തിലെ ഏറ്റവും പ്രശസ്തമായ വാചകങ്ങളിലൊന്ന്. ഏതാണത്? അദ്ദേഹം പറയുന്നു, ഒരിടത്ത് നടക്കുന്ന അനീതി എല്ലായിടത്തുമുള്ള നീതിക്ക് ഒരു ഭീഷണിയാണ്. Injustice anywhere is a threat to justice everywhere. അതുതന്നെ. നമ്മളെല്ലാവരും ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അമേരിക്കയിൽ എവിടെ അനീതി നടന്നാലും അത് മറ്റൊരിടത്ത് താമസിക്കുന്ന ഒരാളെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അനീതിക്കെതിരായ ഒരു പോരാട്ടത്തിൽ ആരും പുറത്തുനിന്നുള്ളവരല്ല. ആ ഒരൊറ്റ ആശയം മതി. ആ ഒരു വാദം തന്നെ മൊത്തം ചർച്ചയുടെ ഒരു ഗതി മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഒരു പ്രാദേശിക പ്രശ്നമെന്ന നിലയിൽ നിന്ന് അതൊരു ആഡോള ധാർമ്മിക പ്രശ്നമായി മാറുകയാണ് അവിടെ. കൃത്യമായി. പക്ഷേ കിങ് ചൂണ്ടിക്കാണിക്കുന്നൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ പുരോഹിതന്മാർ അദ്ദേഹത്തിന്റെ സമരത്തെ വിമർശിച്ചു, പക്ഷേ അതെ, ആ സമരത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവരൊന്നും മിണ്ടിയില്ല. കൃത്യമായി. അതായിരുന്നു കിങ്ങിന്റെ പ്രധാന വാദം. നിങ്ങൾ പ്രതിഷേധത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു, പക്ഷേ ആ പ്രതിഷേധത്തിന് കാരണമായ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബർമിംഗ്ഹാം അക്കാലത്ത് അമേരിക്കയിലെ ഏറ്റവും വർണ്ണവിവേചനമുണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു. കറുത്തവർഗക്കാർക്കെതിരെ ബോംബാക്രമണങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, കോടതികളിൽ നീതിയില്ലായ്മ. അതെ, ഇതൊന്നും അവർ കണ്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ ഇതിനെതിരെ ശബ്ദിക്കുന്നവരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരുതരം കാപട്യമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കാപട്യത്തെ നേരിടാനാണല്ലോ അദ്ദേഹം വെറുമൊരു വൈകാരിക പ്രതികരണത്തിനപ്പുറം വളരെ ചിട്ടയായൊരു സമരരീതി മുന്നോട്ട് വെച്ചത്. അതെ. എന്തൊക്കെയായിരുന്നു അതിന്റെ പിന്നിലെ ആ 4 ഘട്ടങ്ങൾ? അതെ, തങ്ങളുടെ സമരം ഒരു ആൾക്കൂട്ടത്തിന്റെ എടുത്തുചാട്ടമല്ല, മറിച്ച് ആഴത്തിൽ ചിന്തിച്ചുറപ്പിച്ച ഒരു പദ്ധതിയാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു കിങ്. അതിന് 4 ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടങ്ങൾ. ഒന്നാമത്തേത് വസ്തുതകൾ ശേഖരിക്കുക, കളക്ഷൻ ഓഫ് ഫാക്ട്സ്. അനീതി അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ, അല്ലേ? അതെ, ഉറപ്പിക്കാൻ. സംശയത്തിന് ഒരിടവും കൊടുക്കരുത്. ബർമിംഗ്ഹാമിൽ അത് വളരെ വ്യക്തമായിരുന്നു. രണ്ടാമത്തെ ഘട്ടം ചർച്ചകളാണല്ലേ? അതെ, ചർച്ചകൾ. നെഗോസിയേഷൻ. മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരത്തിലിരിക്കുന്നവരുമായി സംസാരിക്കാൻ ശ്രമിക്കുക. ബർമിംഗ്ഹാമിലെ കറുത്ത വർഗക്കാരായ നേതാക്കൾ കടയുടമകളുമായും മറ്റുള്ളവരുമായും ചർച്ചകൾ നടത്തി. ചില വാഗ്ദാനങ്ങളൊക്കെ കിട്ടി. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല. ഒന്നും പാലിക്കപ്പെട്ടില്ല. അപ്പോ ആ വഴി അടഞ്ഞു. അപ്പോഴാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അതാണ് മൂന്നാമത്തെ ഘട്ടം, ആത്മശുദ്ധീകരണം, സെൽഫ് പ്യൂരിഫിക്കേഷൻ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ആത്മീയമായ തലമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല, ഒരു ആത്മീയമായ തയ്യാറെടുപ്പ് കൂടിയാണ്. സമരത്തിൽ പങ്കെടുക്കുന്നവർ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുപോലുള്ള ചോദ്യങ്ങൾ? എനിക്ക് അടികൊള്ളാൻ തയ്യാറാണോ? അധിക്ഷേപം കേൾക്കാൻ തയ്യാറാണോ? ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണോ? ഇതെല്ലാം അഹിംസ കൈവിടാതെ നേരിടാൻ എനിക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള ശില്പശാലകളിലൂടെ അവർ സ്വയം ശുദ്ധീകരിക്കുന്നു. അക്രമം നേരിടേണ്ടി വന്നാലും സ്നേഹത്തോടെ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതൊരു ശക്തമായ ആശയമാണത്.
അക്രമത്തെ നേരിടാൻ അതിനേക്കാൾ വലിയ ആന്തരിക ശക്തി വേണമെന്നൊരു ചിന്ത. അതെ എന്നിട്ടാണ് അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. അതെ, നാലാമത്തെയും അവസാനത്തെയും ഘട്ടം നേരിട്ടുള്ള സമരം, ഡയറക്റ്റ് ആക്ഷൻ. അതാണ് അവസാനത്തെ മാർഗം. അവസാനത്തെ ആയുധം. കുത്തിയിരിപ്പ് സമരങ്ങൾ, മാർച്ചുകൾ, ഇവയിലൂടെ സമൂഹത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക. ഒരു പ്രതിസന്ധി. അതെ, ചർച്ചയ്ക്ക് തയ്യാറാകാത്തവരെ ചർച്ചയ്ക്ക് വരാൻ നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാക്കുക. അപ്പൊ സമരത്തിന് ഇത്രയും ചിട്ടയായൊരു ഘടനയുണ്ടായിരുന്നു. എന്നിട്ടും പുരോഹിതന്മാർ അദ്ദേഹത്തെ ഒരു നിയമലംഘകനായിട്ടാണ് കണ്ടത്. അതെ അതെ അതെ. ഇവിടെയാണ് കിങ് നിയമങ്ങളെക്കുറിച്ച് വളരെ രസകരമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? അതെ, നിയമലംഘകൻ എന്ന ആരോപണത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് ഒരുപക്ഷേ ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അദ്ദേഹം പറയുന്നു, ഞാൻ നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന ആരോപണത്തോട് യോജിക്കുന്നു, പക്ഷേ ഒരു പക്ഷയുണ്ട്. ഉണ്ട്. എല്ലാ നിയമങ്ങളെയും നമ്മൾ ഒരേപോലെ കാണരുത്. അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തിരിക്കുന്നു: ന്യായമായ നിയമങ്ങളും അന്യായമായ നിയമങ്ങളും. ജസ്റ്റ് ലോസ് ആൻഡ് അൺജസ്റ്റ് ലോസ്. എനിക്കിപ്പോഴും പൂർണ്ണമായി മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ന്യായമായ നിയമം, അന്യായമായ നിയമം എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ? നല്ല ചോദ്യം. ആര് തീരുമാനിക്കും ഒരു നിയമം അന്യായമാണെന്ന്? കിങ് അതിന് വ്യക്തമായ വല്ല മാനദണ്ഡവും നൽകുന്നുണ്ടോ? മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന്, ന്യായമായ ഒരു നിയമം ധാർമ്മിക നിയമങ്ങളുമായി ചേർന്നു പോകുന്നതായിരിക്കും. അത് മനുഷ്യന്റെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും ഉയർത്തിപ്പിടിക്കും. അപ്പൊ അന്യായമായ നിയമം നേരെ തിരിച്ചായിരിക്കും. അതെ, അന്യായമായ ഒരു നിയമം മനുഷ്യന്റെ അന്തസ്സിനെ ഇകഴ്ത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. വർണ്ണവിവേചന നിയമങ്ങൾ ഇതിനേറ്റവും നല്ല ഉദാഹരണമാണ്. അതെ, കാരണം അത് വേർതിരിവുണ്ടാക്കുന്നു. ഒരു വിഭാഗം ആളുകളെ പൂർണ്ണ മനുഷ്യരായി കാണാതെ വസ്തുക്കളെപ്പോലെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അത് പാപമാണെന്ന് വിശുദ്ധ ഓഗസ്റ്റിനെ പോലുള്ള ചിന്തകരെ ഉദ്ധരിച്ചുകൊണ്ട് കിങ് വാദിക്കുന്നു. അതുമാത്രമല്ല, ഒരു നിയമം നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും, അതാണ് രണ്ടാമത്തെ പ്രധാന മാനദണ്ഡം. ഒരു ഭൂരിപക്ഷം ഒരു നിയമമുണ്ടാക്കുകയും അത് ഒരു ന്യൂനപക്ഷത്തിനുമേൽ അടിച്ചേൽപ്പിക്കുകയും എന്നാൽ ആ ഭൂരിപക്ഷം സ്വയം ആ നിയമം പാലിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ നിയമം അന്യായമാകും. അതെ, അതുപോലെ ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു വിഭാഗത്തിന് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ ആ നിയമം അവർക്ക് ബാധകമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ശരിയാണ്. അലബാമയിലെ കറുത്ത വർഗക്കാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അതുകൊണ്ട് അവരെ ബാധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയതിൽ അവർക്ക് ഒരു പങ്കുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ന്യായമായ നിയമങ്ങൾ അനുസരിക്കാൻ നമുക്കൊരു നിയമപരമായ കടമയുണ്ട്. എന്നാൽ അന്യായമായ നിയമങ്ങൾ അനുസരിക്കാതിരിക്കാൻ നമുക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അതെ, വളരെ ശക്തമായ ഒരു നിലപാടാണത്. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ടല്ലോ. ഉണ്ട്. അന്യായമായ നിയമം ലംഘിക്കുമ്പോൾ അതിന്റെ ശിക്ഷ, ഉദാഹരണത്തിന് ജയിൽവാസം, അത് പരസ്യമായി സ്നേഹത്തോടെ ഏറ്റുവാങ്ങാൻ തയ്യാറാകണം. എന്തിനാണത്? സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്താൻ. നിയമത്തോട് ഏറ്റവും വലിയ ബഹുമാനമുള്ളതുകൊണ്ടാണ് അന്യായമായ നിയമത്തെ തിരുത്താൻ വേണ്ടി താൻ നിയമം ലംഘിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ കത്ത് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയ കാര്യം കിങ്ങിന്റെ ഏറ്റവും വലിയ നിരാശ ആരോടായിരുന്നുവെന്നതാണ്. അത് കറുത്ത വർഗക്കാരെ ക്രൂരമായി അടിച്ചമർത്തിയിരുന്ന കൂക്ലക്സ് ക്ലാൻ പോലുള്ള തീവ്രവാദി സംഘടനകളോടായിരുന്നില്ല. അല്ല, മറിച്ച് വെള്ളക്കാരായ മിതവാദികളോടായിരുന്നു. അതെ, ആ ഭാഗം പലർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ മിതവാദികൾ വർണ്ണവിവേചനത്തിനെതിരായിരുന്നു. അവർക്ക് നീതി വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് സമരത്തിന്റെ രീതികളോടായിരുന്നു എതിർപ്പ്. അവർക്ക് സംഘർഷങ്ങളില്ലാത്ത ഒരു ക്രമമാണ് പ്രധാനം, നീതിയേക്കാൾ. കിങ് പറയുന്നു, പുരോഗതിയുടെ ഏറ്റവും വലിയ തടസ്സം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ദുഷ്ടന്മാരല്ല, മറിച്ച് കാര്യങ്ങൾ ഭാഗികമായി മനസ്സിലാക്കുന്ന നല്ല മനുഷ്യരാണ്. അതായത് നേരിട്ട് എതിർക്കുന്ന ഒരാൾ നമുക്ക് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയും. എന്നാൽ പുരോഗമനം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും പക്ഷെ അതിന്റെ ഭാഗമായുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകളെപ്പോലും സഹിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നവരുടെ നിലപാട്, അതാണ് കൂടുതൽ അപകടകരം. കാരണം അത് മാറ്റത്തെ പിന്നോട്ടു വലിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി പ്രവർത്തിക്കുന്നു. കൃത്യമായി അവരെപ്പോഴും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, കാത്തിരിക്കൂ, വെയിറ്റ്. ഇപ്പോ വേണ്ട, സമയം ശരിയല്ല. അതെ, നിങ്ങളുടെ സമരം കാലോചിതമല്ല, കുറച്ചുകൂടി കാത്തിരിക്കൂ, സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകും.
ഈ കാത്തിരിപ്പിനോട് കിങ് വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കാത്തിരിക്കൂ എന്ന വാക്ക് മിക്കപ്പോഴും ഒരിക്കലുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ആ ഭാഗം അത് വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് നിറയും. എന്തുകൊണ്ടാണ് കാത്തിരിക്കാൻ കഴിയാത്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതെ, സ്വന്തം മാതാപിതാക്കളെ ജനക്കൂട്ടം തല്ലിക്കൊള്ളുന്നത് കാണേണ്ടി വന്നതിനെക്കുറിച്ച്, പിന്നെ ആ 6 വയസ്സുകാരിയായ മകളുടെ കഥ. അതെ, ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ പരസ്യം കണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞ മകളോട്, മോളെ, അത് വെള്ളക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയേണ്ടി വന്ന ഒരച്ഛന്റെ വേദന. ആ കുഞ്ഞിക്കണ്ണുകളിൽ കണ്ണുനീർ നിറയുന്നതും അവളുടെ കുഞ്ഞു മനസ്സിൽ അപകർഷതാബോധത്തിന്റെ മേഘങ്ങൾ രൂപപ്പെടുന്നതും കാണേണ്ടി വരുന്നതും, ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് കാത്തിരിക്കൂ എന്ന് പറയാൻ എളുപ്പമാണ്. ശരിയാണ്. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് കിങ് സ്ഥാപിക്കുകയാണവിടെ. അതെ, ഈ മിതവാദികൾക്ക് പുറമേ കിങ്ങിനെ നിരാശപ്പെടുത്തിയ മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് വെള്ളക്കാരുടെ പള്ളിയായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വലിയ നിരാശ. ഒരു പുരോഹിതനെന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കണം. തീർച്ചയായും. അനീതിക്കെതിരെ ഗർജിക്കുന്ന സിംഹമായി പള്ളി മാറുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ മിക്ക പള്ളികളും ഒന്നുകിൽ നിശബ്ദത പാലിച്ചു, അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതിയെ ന്യായീകരിച്ചു. അതെ, സമരത്തെ എതിർക്കുക പോലും ചെയ്തു. ഇത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്രയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ആ പുരോഹിതന്മാരെ നല്ല മനസ്സിന്റെ ഉടമകൾ എന്നൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതെ, ഒരേ സമയം ബഹുമാനവും ഇത്ര കടുത്ത വിമർശനവും. അതൊരു അത്ഭുതകരമായ സംയോജനമാണ്. എങ്ങനെയാണ് അദ്ദേഹം അത് സാധിക്കുന്നത്? അതാണ് കിങ്ങിന്റെ എഴുത്തിന്റെ പ്രതിഭ. അതൊരു മികച്ച തന്ത്രമാണ്. അദ്ദേഹം ഒരിക്കലും അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നില്ല. പകരം അവരുടെ വാദങ്ങളെയാണ്. അതെ, അവരുടെ വാദങ്ങളെയും നിലപാടുകളെയുമാണ് ഖണ്ഡിക്കുന്നത്. അതിന് പല വഴികൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായി, അവരുടെ യുക്തിയുടെ പരിമിതിയെ അദ്ദേഹം തുറന്നുകാട്ടുന്നു. പുറത്തുനിന്നുള്ളയാൾ എന്ന അവരുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിനെ ഒരിടത്തെ അനീതി എല്ലായിടത്തെയും നീതിക്ക് ഭീഷണിയാണ് എന്ന വിശാലമായ കാഴ്ചപ്പാട് വെച്ച് അദ്ദേഹം നേരിടുന്നു. ശക്തമായ ചില ഉപമകളും രൂപകങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതെ, കാത്തിരിക്കൂ എന്ന ഉപദേശത്തെ അദ്ദേഹം ശാന്തമാക്കുന്ന താലിഡോമൈഡ് എന്ന് വിളിക്കുന്നുണ്ട്. താലിഡോമൈഡ്. അതെ, ജനിക്കുന്ന കുട്ടികളിൽ ഗുരുതരമായ വൈകല്യങ്ങൾക്ക് കാരണമായ ഒരു മരുന്നായിരുന്നു താലിഡോമൈഡ്. അതുപോലെ ഈ മിതവാദികളുടെ ഉപദേശം ആശ്വാസം നൽകുന്നു എന്ന് തോന്നാമെങ്കിലും അത് ആത്യന്തികമായി ആത്മീയമായ വൈകല്യങ്ങൾക്കേ കാരണമാകൂ എന്നദ്ദേഹം പറയുന്നു. ആ പ്രയോഗം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു താരതമ്യം കൂടിയുണ്ട്. കെകെയെക്കാൾ വലിയ നിരാശ മിതവാദികളോടാണ് എന്ന് പറയുമ്പോൾ. അതെ, അത് കേൾക്കുന്ന പുരോഹിതന്മാർക്കൊരു പ്രഹരം പോലെ തോന്നിയിട്ടുണ്ടാകും. നിങ്ങളുടെ നിഷ്ക്രിയത്വം വെളുത്ത കുപ്പായമിട്ട് നടക്കുന്ന കൊലപാതകങ്ങളേക്കാൾ അപകടകരമാണ് എന്ന് പറയുന്നതിന് തുല്യമാണത്. പിന്നെ ചരിത്രപരമായ താരതമ്യങ്ങളുണ്ട്. യേശുവിനെ സ്നേഹത്തിന്റെ തീവ്രവാദിയെന്നും അബ്രഹാം ലിങ്കണിയും തോമസ് ജെഫേഴ്സണിയും പോലുള്ളവരെ തീവ്രവാദികളെന്നും വിളിക്കുന്നു. നല്ല കാര്യങ്ങൾക്കു വേണ്ടി തീവ്രമായി നിലകൊള്ളുന്നത് ഒരു കുറ്റമല്ലെന്ന് സ്ഥാപിക്കുന്നതിലൂടെ പുരോഹിതന്മാരുടെ ഭീരുത്വത്തെയും നിഷ്ക്രിയത്വത്തെയുമാണ് അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നത്. അപ്പോൾ ഈ കത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഇതൊരു ചരിത്രരേഖ മാത്രമല്ലല്ലോ, അല്ലേ? അതിനപ്പുറം ഇന്നും ജീവിക്കുന്ന ചില ആശയങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും. അതുകൊണ്ടാണ് ഈ കത്ത് ഇപ്പോഴും ഇത്രയധികം വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതിലെ ആശയങ്ങൾ കാലാതീതമാണ്. ഉദാഹരണത്തിന്, ന്യായവും അന്യായവുമായ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്നും പ്രസക്തമാണ്. നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലാത്ത നിയമങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ നേരിടണം? ഈ ചോദ്യങ്ങൾ ഇന്നും നമ്മൾ ചോദിക്കുന്നുണ്ട്. മിതവാദികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പും ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെ, ഒരു പ്രശ്നത്തോട് നേരിട്ട് പ്രതികരിക്കാതെ എന്നാൽ ഉള്ളിൽ അതിനോട് വിയോജിപ്പുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ എപ്പോഴും സമൂഹത്തിലുണ്ടല്ലോ. അതെ, അനീതി കാണുമ്പോൾ സൗകര്യപ്രദമായ നിശബ്ദത പാലിക്കുന്നതിന്റെ അപകടം കിങ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമെന്നത് അത് തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. അതിന് ബോധപൂർവമായ ഇടപെടൽ വേണം. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അനീതിയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ആ അനീതിക്ക് വളം വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ശരിയാണ്. പിന്നെ ഒരിടത്തെ അനീതി എല്ലായിടത്തെയും നീതിക്ക് ഭീഷണിയാണ് എന്ന ആശയം, ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നടക്കുന്ന ഒരു പ്രശ്നം നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന വലിയൊരു പാഠമാണത്. അതെ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. കിങ് പറയുന്നത്
അനീതിക്കെതിരെ നിലകൊള്ളാത്ത മിതവാദിയാണ് ഏറ്റവും വലിയ തടസ്സമെന്നാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പല അനീതികൾ കാണുമ്പോൾ ഇതിൽ ഞാൻ എന്തിനിടപെടണം എന്ന് ചിന്തിച്ച് മാറി നിൽക്കാനുള്ളൊരു പ്രലോഭനം നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ആ സൗകര്യപ്രദമായ നിശബ്ദതയും യഥാർത്ഥ നീതിക്കുവേണ്ടി നിലകൊള്ളുന്നതും തമ്മിലുള്ളൊരു സംഘർഷം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നില്ലേ? ഈ ചോദ്യം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനായി വിടുന്നു.